അതെന്താ ഹിന്ദുക്കൾ നോമ്പെടുത്താൽ? ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. അവളും ഞാനും മാത്രമുള്ള ഒരു ലോകമായിരുന്നു ആ റൂമിൽ. അപ്പോൾ അവൾ നോമ്പെടുക്കുന്നവരും ഞാനും കൂടി എടുക്കും. ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാക്കുന്ന ചേച്ചി എപ്പോഴും ചോദിക്കും, നീ എന്താ നോമ്പെടുക്കുന്നത്, നിനക്ക് ഇതുകൊണ്ട് എന്താ കിട്ടുന്നത്, ഇതൊക്കെ മുസ്ലിം കുട്ടികളല്ലേ. അപ്പോഴൊക്കെ ഞാൻ ചേച്ചിയോട് പറയാറുണ്ട്, വിശപ്പിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത എത്ര മനുഷ്യരുണ്ട് ഈ ലോകത്ത്. ഇപ്രാവശ്യം നോമ്പെടുക്കുക എൻ്റെ കൂടെ വീട്ടിൽ നിന്ന് 2 പേരും കൂടി ഉണ്ട് കേട്ടോ. വിശപ്പില്ലെങ്കിലും ദാഹം നന്നായിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ജോലികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നോമ്പ് തുറ ഐറ്റംസ് ഒക്കെ നേരെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ തരിക്കഞ്ഞിയാണ്. തരിക്കഞ്ഞി എല്ലാവരും ഫേവറേറ്റ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ തരിക്കഞ്ഞി ഇല്ലാണ്ട് ഇന്ന് നോമ്പ് തുറ കാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഈത്തപ്പഴം വെച്ചിട്ടാട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ കുറേ കടികളുണ്ടായിരുന്നു, പഴംപൊരി, പിന്നെ സമോസ, മുട്ട ബജി, പിന്നെ പക്വട, ഇത്രയേ ഉള്ളൂ ഐറ്റംസ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ സ്ക്വാഷും ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വെയിറ്റിങ്ങിലാണ് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് അകത്താക്കാനേ. ബാങ്ക് വിളിച്ചാൽ ഞങ്ങൾ പിന്നെ ഫുൾ ബിസി ആയിരുന്നു. ഫുഡിൽ തന്നെയായിരുന്നു ഞങ്ങൾ കോൺസെൻട്രേഷൻ. ആദ്യം തന്നെ ഈത്തപ്പഴം എടുത്ത് കഴിച്ചു. വെള്ളം കുടിക്കാണ്ടായിരുന്നു, ഒരുപാട് വെള്ളം കുടിച്ചു. ഈ ചൂട് കാലാവസ്ഥയിൽ ഇങ്ങനെ വെള്ളം പോലും കുടിക്കാണ്ട് നമ്മൾ നോമ്പ് എടുക്കുന്ന എത്ര പേരല്ലേ. മെയിൻ കോഴ്സായിട്ട് മന്തിയായിരുന്നു കഴിച്ചത്. അതും കൂടി അകത്താക്കി ഞങ്ങൾ കുട്ടി നോമ്പ് തുറ അവസാനിപ്പിച്ചു.